ഹലോ, വെൽക്കം ടു സെഫീസ് കിച്ചൻ. എന്നാൽ പിന്നെ ഇന്ന് നമുക്കൊരു ഇളനീർ പുഡിംഗ് ആയാലോ. ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് 2 ഇളനീരാണ്. അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ബാക്കിയുള്ള ഇളനീർ നമുക്ക് മിക്സിയിലേക്ക് ഇടാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇളനീർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇളനീരിൻ്റെ പൾപ്പ് വെച്ചിട്ട് ഇതുപോലെ ഇളനീർ പുഡിംഗ് ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ ഇളനീർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഒരു ചെറിയ ഗ്ലാസ് മുഴുവനായിട്ട് ഇട്ടിട്ട് ഇതുപോലെ മിക്സിയിലൊന്ന് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പുഡിങ്ങിന് ആവശ്യമായ ചൈന ഗ്രാസ് എടുക്കാം. 2 പാക്കറ്റ് പാലായതുകൊണ്ട് ഞാൻ ഇതിൽ 2 പാക്കറ്റ് തന്നെ ചൈന ഗ്രാസ് എടുക്കുന്നുണ്ട്. അതായത് ഒരു പാക്കറ്റ് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ്. അപ്പോൾ 2 പാക്കറ്റ് പാലിന് 20 ഗ്രാം ചൈന ഗ്രാസ് വേണം. വീഡിയോ ഒന്ന് മിസ് ചെയ്യാതെ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ പുഡിങ് ഏകദേശം ഒന്ന് നമുക്ക് തയ്യാറാക്കുന്ന വിധം മനസ്സിലാകൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒന്ന് കോരി ഒഴിക്കാതെ ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഇതൊന്ന് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് നന്നായി ഒന്ന് കുതിർത്ത് വെക്കാം. ഇങ്ങനെ കുതിർത്ത് വെച്ചാലാണ് നമുക്കൊന്ന് ചൈന ഗ്രാസ് ഒന്ന് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കൺഫ്യൂഷൻ ആണെങ്കിൽ ഈ ചൈന ഗ്രാസ് എത്രയാണോ ഉള്ളത് അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ചെറിയ രീതിയിൽ എത്തുന്നവരെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നേരം ഇതൊന്ന് മൂടി വെക്കാം. ഒന്ന് കുതിർത്തി വെക്കേണ്ടിയിട്ട് ഇതൊന്ന് മൂടി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് പാലും പഞ്ചസാരയെല്ലാം ഒന്ന് മിക്സാക്കാം. അതിനായി നമ്മൾ ഏത് പാത്രമാണ് എടുക്കുന്നത് ആ പാത്രത്തിലേക്ക് പാൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഗ്യാസ് ഓണാക്കുന്നതിന് മുന്നേ ചെയ്യണേ. ഇനി ഗ്യാസ് ഓണാക്കിയിട്ട് ചെയ്യാൻ നിൽക്കരുത്. അതിന് മുന്നേ ഇതെല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് വെക്കാം. ഇതിലേക്ക് 2 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 പാക്കറ്റ് പാലും ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് മധുരമാണ്. പുഡിങ്ങിന് ഏറ്റവും ആവശ്യമുള്ളത് നല്ലൊരു മധുരമാണ്. പഞ്ചസാര എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മിൽക്കി മേഡും കൂടി എടുക്കുന്നത് കൊണ്ട് പഞ്ചസാരൻ്റെ അളവ് കുറച്ച് കുറക്കണം. ഞാനിതിലിപ്പോൾ പഞ്ചസാര 1 ബൗളാണ് ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ 2 പാക്കറ്റ് പാലായതുകൊണ്ട് 400 ഗ്രാമാണ് ഇതിൻ്റെ ശരിയായ അളവ്, മിൽക്കി മേഡിൻ്റെ ശരിയായ അളവ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പകുതി ആയതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനിടയിൽ ഇതേ സമയത്ത് തന്നെ മറ്റേ അടുപ്പ് കത്തിച്ചിട്ട് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണേ. കാരണം വെച്ചാൽ മിൽക്കി മേഡിലുള്ളത് കൊണ്ട് വേഗം തന്നെ ഒന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഏകദേശം ഈ ചൈന ഗ്രാസ് ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരേ സമയം തന്നെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാലിൻ്റെയും ചൈന ഗ്രാസിൻ്റെയും ചൂട് ഒരുപോലെ ആയിരിക്കണം, അല്ലെങ്കിൽ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ പാൽ അധികം ഒന്ന് തിളച്ച് വരൊന്നും വേണ്ട, ഏകദേശം നന്നായി ചൂടായാൽ മതി. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചൈന ഗ്രാസെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ച ഇളനീരിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ചെറുതായി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1-2 മിനിറ്റ് നേരം ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഗ്യാസ് ഓഫാക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി പുഡിങ്ങിൻ്റെ ട്രേ എടുത്ത് ആ മിക്സ് ഒന്ന് അരിപ്പയിൽ അരിച്ച് ഇതുപോലെ പാർന്നു കൊടുക്കുക. അതിനുശേഷം അരിപ്പയിലൊന്ന് അരിക്കണേ, അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മേലെയുള്ള ഈ കുമിളകളൊക്കെ ഇങ്ങനെ ഒന്ന് സ്പൂൺ കൊണ്ട് മെല്ലെ മെല്ലെ എടുക്കണം. അല്ലെങ്കിൽ ഇതൊന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ മേലെ ഇങ്ങനെ കുമിള പൊന്തി നിൽക്കുന്ന പോലെ തോന്നും. ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ നേരത്തെ ഒരു ചെറിയ പീസ് ഇളനീർ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ചൂടോടെ ഇട്ട് കൊടുക്കുമ്പോൾ അടിയിൽ പോകും. അതുകൊണ്ടാണ് ഒരു 10 മിനിറ്റിന് ശേഷം ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ബദവും ചെറിയ ചെറിയ പീസാക്കി ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരിക്കലും ഇത് ഫ്രീസറിൽ വെക്കാൻ പാടില്ല, ഫ്രിഡ്ജിലേക്ക്. അതായത് ഇത് നാളത്തേക്കാണെങ്കിൽ ഇന്ന് രാത്രി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായി ഒന്ന് സെറ്റായി വരുന്നതാണ്. ഇനി നമുക്കൊരു കുഞ്ഞ് ടിപ്സ് കണ്ടാലോ. വെള്ളാപ്പത്തിൻ്റെ അരി രാത്രി നമ്മൾ അരച്ച് വെക്കുമല്ലോ, രാവിലെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അതിനാവശ്യത്തിൽ ഉപ്പിട്ടെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ഇതുപോലെ പഞ്ചസാര ഇടുകയാണെങ്കിൽ വെള്ളാപ്പം നല്ല മുരിഞ്ഞിട്ടും നല്ലൊരു എന്താ പറയുക വേറെ തന്നെ ഒരു ടേസ്റ്റായിട്ട് വരും. ഇനിയിപ്പോൾ നിങ്ങൾ വെള്ളാപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്നാക്കി നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതാ ഒന്ന് നോക്കിയ വെള്ളപ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ഇല്ല കാണാൻ, നല്ല സൈഡൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. ഇനി നിങ്ങൾ വെള്ളപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണേ. ഇനിയിപ്പോൾ ഇതെൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നല്ലൊരു ടിപ്സുമായി അടുത്ത വീഡിയോയിലേക്ക് ഞാൻ വരാം. ബൈ.